ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ എയ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററാണ് എടുക്കുന്നത്. ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഹെഡിങ്ങിൽ അല്ലേ, ഭൂമിയെ ഒരു പുതപ്പിട്ട് മൂടുക അല്ലേ, ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ നിൽക്കുന്നത് ആരാണ്? നിങ്ങൾക്കെല്ലാം അറിയാം, അത് നമ്മുടെ അന്തരീക്ഷം അല്ലേ, അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് ചെറിയൊരു പ്ലെഡ്ജായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദി ഒക്കേഷൻ ഓഫ് ദിസ് എൻവിറോൺമെൻറ്റ് ഡേ, ഐ പ്ലെഡ്ജ് ഐ വിൽ പ്രൊട്ടക്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ എൻവിറോൺമെൻറ്റ്. ഐ വിൽ പ്ലാന്റ് എ സാപ്ലിംഗ് ദിസ് ഡേ ആൻഡ് നർച്ചർ ഇറ്റ് ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. എന്നാണ് നമ്മുടെ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ? നിങ്ങൾക്കറിയാം അല്ലേ, ജൂൺ 5 വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഓരോ ദിവസവും അന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ഓരോ പ്രതിജ്ഞ ചെയ്യും അല്ലേ. നമ്മൾ ഒരു തൈ നമ്മൾ ഓരോരുത്തരും നടും. അതിന് മൊത്തമായിട്ട് ഈ വർഷം മൊത്തം നല്ല രീതിയിൽ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള കാലം അത് വളരാൻ നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ടും പല രീതിയിലും നമ്മൾ അതിനെ നർച്ചർ ചെയ്യും അല്ലേ. അതിനെ ഗ്രോ ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെഡ്ജ് ആണ് ആ പ്ലെഡ്ജ് കൊടുത്തിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അല്ലേ. The given lines is a translated version of the pledge you have taken as part of the World Environment Day. അപ്പോൾ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്ലെഡ്ജ്, അത് ജസ്റ്റ് എന്താക്കിയതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ആസ് യു നോ, അറ്റ്മോസ്ഫിയർ ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത് അല്ലേ. നമ്മൾ പറഞ്ഞു, എന്താണ് നമ്മുടെ എർത്തിനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് സറൗണ്ട് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയർ ആണ്, നമ്മുടെ അന്തരീക്ഷമാണ് അല്ലേ. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അത് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ മെയിനായിട്ട് കുറേ ഗ്യാസസ് ഉണ്ട് അല്ലേ, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് വിച്ച് പ്ലേസ് എ മേജർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ എർത്ത് ആസ് എ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാന്റ്. അപ്പം ഇതിൽ തന്നെ നമ്മുടെ എർത്ത്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ആകെ ജീവനുള്ള ഒരേ ഒരു പ്ലാനറ്റ്, ജീവൻ നിലനിർത്തുന്ന ഒരേ ഒരു പ്ലാനറ്റ് നമ്മുടെ എർത്താണ്, ഭൂമിയാണ്. അപ്പം അതുണ്ടാവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എർത്തിനെ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന 2 ഗ്യാസസ് ആണുള്ളത്. ഏതൊക്കെയായിരിക്കും? ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അല്ലേ. അപ്പോൾ ഏതൊക്കെ ഗ്യാസസ് ആണ് നമ്മുടെ ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റിനെ എർത്തിനെ അതുപോലെ ജീവനുള്ള വസ്തുക്കൾ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡുമാണ്. അപ്പം ഈ 2 ഗ്യാസസ് നമുക്ക് കിട്ടുന്നതും, അല്ലെങ്കിൽ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാൻ കാരണം മെയിനായിട്ട് എന്താണ്? നമ്മുടെ ട്രീസ് ആണ് അല്ലേ, പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ദീസ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അപ്പം ഈ ഗ്യാസുകളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാൻ മെയിനായിട്ട്, അല്ലെങ്കിൽ അവിടെ റെഗുലേറ്റ് ചെയ്യാൻ കാരണം ആരാണ്? നമ്മുടെ പ്ലാന്റ്സ് ആണ്. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലേ. ഏത് പ്രോസസ്സ് വഴിയാണ് ഇത് നമ്മുടെ ഈ ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? It is through the process of photosynthesis അല്ലേ. It is through the process of photosynthesis that the plants gather energy for their growth. അവരുടെ ഗ്രോത്ത്, പ്ലാന്റ്സിന് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഫോട്ടോസിന്തസിസ് അല്ലേ. എങ്ങനെ? It is through the process of photosynthesis that the plant gather energy for their growth. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഏത് പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് ഗ്യാദർ ചെയ്തുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് വഴിയാണ്. അപ്പം എങ്ങനെയാണ് ഈ പ്രോസസ്സ് ഇൻടേക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻ ദിസ് പ്രോസസ് പ്ലാന്റ്സ് അല്ലേ ഇൻടേക്ക് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗിവ് ഔട്ട് ഓക്സിജൻ. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്യും അല്ലേ. അവർ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡൊക്കെ വലിച്ചെടുക്കും, കാരണം അവർക്ക് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. ആൻഡ് ഗിവ് ഔട്ട് ഓക്സിജൻ. പിന്നെ പുറന്തള്ളും? ഓക്സിജൻ അല്ലേ. നമ്മൾ മനുഷ്യരായിക്കോട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യം എന്തുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ഇത് പുറന്തള്ളുന്നത് അല്ലെങ്കിൽ ഗിവ് ഔട്ട് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ പ്ലാന്റ്സ് ആണ്, പ്ലാന്റ്സും ട്രീസും ആണ്. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ റോൾ പ്ലേഡ് ബൈ ദ പ്ലാന്റ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസസ് ഇൻ റിക്വയർഡ് പ്രൊപ്പോർഷൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ
പ്ലാന്റ്സ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മേജർ റോളാണ് പ്ലാന്റ്സ് ടേക്ക് ചെയ്യുന്നത് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജീവജാലങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പ്ലാന്റ്സ് ആണ്. ഒരു മേജർ റോൾ ആര് പ്ലേ ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. ലെറ്റ് us see the constituents of the atmosphere other than the gases such as oxygen and carbon dioxide and also their significance. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെ 2 ഗ്യാസുകൾ ഉണ്ടെന്ന് പറഞ്ഞത്? ഓക്സിജനും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ? അല്ല, പല കാര്യങ്ങളും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടല്ലേ, അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻസിലുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷനിൽ ഉൾക്കൊള്ളുന്നത്? എന്താണ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? ഗ്യാസസ്, moisture and dust particles are the major constituents of our atmosphere that blanket our earth. അപ്പം അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷനിൽ 3 കാര്യങ്ങളാണുള്ളത് അല്ലേ? മേജർ 3 കോൺസ്റ്റിറ്റ്യുവൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഗ്യാസസ് ഉണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിൽ ഗ്യാസസ് ഉണ്ട്. മോയിസ്റ്ററിലെ ഈർപ്പം അല്ലേ, ഗ്യാസസ് ഉണ്ട്, മോയിസ്റ്റർ ഉണ്ട്. ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുണ്ട്. അപ്പം 3 മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാണ്? ഗ്യാസസ്, മോയിസ്റ്റർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇവയാണ് ഒരു ബ്ലാങ്കറ്റ്, നമ്മുടെ എർത്തിന് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് അല്ലേ, അറ്റ്മോസ്ഫിയർ ബ്ലാങ്കറ്റ് ആയിട്ട് കണക്കാക്കുമ്പം അതിലുള്ള മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഇവ 3 പറഞ്ഞേ. ഗ്യാസസ്, മോയിസ്റ്റർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. It is a gravitational attraction of the earth that holds the atmosphere close to the earth. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷനിൽ മേജർ 3 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്യാസസ്, മോയിസ്റ്റർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇനി ഇതിൽ നമുക്ക് ഓരോന്നിനെയും കുറിച്ചിട്ട് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ? കൂടുതൽ ഡീപ്പല്ല, എന്നാലും കുറച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഏതൊക്കെ? നമ്മളാകെ 2 ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ള ഗ്യാസ് ഏതാണ്? ഇതൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഫെമിലറൈസ് ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ പ്രൊപ്പോർഷനേറ്റ് വോളിയം ബൈ ഒബ്സർവിങ് ദി ഗിവൺ ടേബിൾ. അപ്പോൾ ഈ ടേബിളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ ഗ്യാസസും അതിൻ്റെ വോളിയം എത്രത്തോളം നമ്മുടെ അന്തരീക്ഷത്തിൽ അതിൻ്റെ വോളിയം ഉണ്ട് എന്നതും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, ഒരു 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഏതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ്? ഏതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ്? ഏതാണ്? അത് ഓക്സിജൻ ആണോ? അല്ല, നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വോളിയം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വോളിയത്തിലുള്ള ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ആണ് നൈട്രജൻ ഉള്ളത്? 100ൽ 78% അല്ലേ, 78.08 അല്ലേ, 78.08% നൈട്രജൻ ആണ്. അപ്പം ഏറ്റവും ഒരു മെജോറിറ്റി അല്ലേ, നമ്മുടെ 3/4 അധികം ഉള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. ഇറ്റ് ഈസ് 78.08. അത് പഠിച്ചു വെക്കണേ, നൈട്രജൻ്റെ വോളിയം. രണ്ടാമതുള്ളത് ഓക്സിജൻ ആണ്. സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജന് 20.95% ആണ്. ഇത്രയാണ് വോളിയം, 20.95% ആണ്. മൂന്നാമത്തെ പൊസിഷൻ ആർഗൺ ആണ്, 0.93. കാർബൺ ഡൈ ഓക്സൈഡ് 0.037. ഓസോൺ ഓർത്ത് വെക്കണം, ഓസോൺ എത്രയാണ്? 0.01 ആണ്. അപ്പോൾ നൈട്രജനും ഓക്സിജനും മാത്രമാണ് എന്തുള്ളത്? നമ്മുടെ ഒന്ന് 78%, ഒന്ന് 20%. ബാക്കിയൊക്കെ -0.0 താഴെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആർഗണ് 0.93, കാർബൺ ഡൈ ഓക്സൈഡ് 0.037, ഓസോൺ 0.01, നിയോൺ 0.02, ഹീലിയം 0.0005, പിന്നെ ക്രിപ്റ്റൺ 0.001 ആൻഡ് ഹൈഡ്രജൻ 0.405 ആൻഡ് ക്സെനോൺ 0.409 അല്ലേ. ഏറ്റവും കുറവ് ഏതാണ്?
ക്സെനോണും ഹൈഡ്രജനാണ് അല്ലേ. ക്സെനോണാണ് ഏറ്റവും കുറവുള്ള നമ്മുടെ ഗ്യാസസ്. അപ്പം ഓർത്ത് നോക്കിക്കേ, ഏറ്റവും നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? അത് നൈട്രജനാണ്. അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മേജറായിട്ട് 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഉണ്ട്, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ മോയ്സ്ചർ ഉണ്ട്. അതിൽ ഗ്യാസസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ ഗ്യാസസ് ഇൻ അവർ അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ദ സസ്റ്റൻസ് ഓഫ് ലൈഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അല്ലേ. അപ്പം എല്ലാ ഗ്യാസസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യു ക്യാൻ നോട്ടീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോംസ്. അപ്പം നമുക്കറിയുന്ന 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് കാർബൺ ഡയോക്സൈഡ് അല്ലേ. നമ്മൾ മനുഷ്യന്മാർ ഇൻടേക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. പുറന്തള്ളുന്നത് എന്താണ്? നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പം നമ്മൾ ഈ പുറന്തള്ളുന്ന ഗിവ് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്യുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. നമുക്ക് ആരാണ് ഈ ഓക്സിജൻ തരുന്നത്? അതും പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആ 2 നമുക്കറിയാം, ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെതും നമുക്കറിയാവുന്നതാണ്. പിന്നെ ഒന്നും കൂടിയുണ്ട് അല്ലേ, മേജറായിട്ട് നൈട്രജൻ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതും നോക്കിയിട്ട് നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക് നടത്താം. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് എന്തിന് യൂസ് ആക്കുന്നുണ്ട്? നമ്മളൊക്കെ ഗിവ് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് അവരുടെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അല്ലേ. അപ്പം പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോർ photosynthesis. Man and other organisms make use of oxygen for respiration. പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് അവരുടെ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. മാനും മറ്റ് ഓർഗാനിസംസും എന്തിന്? ഓക്സിജന് അവരുടെ റെസ്പിറേഷൻ അല്ലേ, ശ്വസനത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാൻ ആൻഡ് അതർ ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. Plants make use of nitrogen for their growth through nitrogen fixation. അപ്പോൾ നൈട്രജൻ ചെയ്യുന്ന റോൾ ആരിൽ നിന്നാണ്? പ്ലാന്റ്സിലാണ്. അപ്പോൾ പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ്, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നൈട്രജനെ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലേ, അവരുടെ റൂട്ട്സ് വഴി നൈട്രജൻ ഫിക്സേഷൻ വഴി അവരെന്താക്കുന്നുണ്ട്? നൈട്രജൻ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദെയർ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, എന്താണ് write the importance of gases such as oxygen, carbon dioxide and nitrogen in the existence of life forms. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ 3 പോയിന്റ് എഴുതണം. ഒന്നെന്താണ്? കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മാനും മറ്റ് ഓർഗാനിസംസും ഓക്സിജൻ റെസ്പിറേഷന് യൂസ് ചെയ്യുന്നു. പ്ലാന്റ്സ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നൈട്രജൻ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത് അല്ലേ. ഇത് നോക്കൂ, സൺലൈറ്റ് വഴിയിലെ ഓക്സിജന് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പ്രക്രിയ കാണിക്കുന്നുണ്ട്. എന്താണ്? കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യും, അവർ ഗിവ് ഔട്ട് ചെയ്യുന്നത് എന്താണ്? ഓക്സിജനാണ്. ഒരു സൺലൈറ്റ് ഗ്യാദർ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ റൂട്ട്സിലൂടെയാണ് അവരെന്താക്കുന്നത്? നൈട്രജൻ മണ്ണിലോട്ട് ഇറങ്ങി അത് റൂട്ട്സ് വഴിയാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനായിട്ട് അത് നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാം. ഇനിയുള്ളത് വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ പറഞ്ഞു അല്ലേ, 3 അറ്റ്മോസ്ഫിയറിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയായിരുന്നു? ഗ്യാസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളതാണ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്താണ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ? അതിനാണ് മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ആർ എ മേജർ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഇൻ ദ ലോവർ പാർട്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഏത് ഭാഗത്താണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്? ലോവർ പാർട്സിലാണ് കാണപ്പെടുന്നത്. As you know, water reaches the atmosphere through evaporation and causes cloud formation and rain അല്ലേ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ഇവാപ്പറേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്കറിയോ? ആസ് യു നോ, വാട്ടർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപ്പറേഷൻ ആൻഡ് കോസസ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. എങ്ങനെയാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറായിട്ട് ഫോം ചെയ്യുന്ന പ്രക്രിയക്കാണ് ഇവാപ്പറേഷൻ. എന്താണ് ഇവാപ്പറേഷൻ? വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ അല്ലേ. നമ്മുടെ സർഫസിലുള്ള വാട്ടർ, ഇപ്പം കടലിലോ മറ്റ് ഓഷ്യൻസിലോ അല്ലെങ്കിൽ റിവേഴ്സിലൊക്കെ ഉള്ള വാട്ടർ സൺലൈറ്റ് നല്ല ഹീറ്റുള്ളത് കൊണ്ട് എന്തായിട്ട് മാറും? വാട്ടർ വേപ്പറായിട്ട് മാറി ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്ത് നമുക്ക് റെയിനായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദർ ഇസ് എ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ലുക്ക് അറ്റ് ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. രണ്ടാമത് ചോദിക്കാൻ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഭാഗമാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് തന്നെ പഠിക്കുക. ഈ 2 പോയിൻ്റ് പഠിക്കാതെ പോകരുത്. അപ്പം 2 ഫാക്ടേഴ്സ് അല്ല എമൗണ്ട് ഓഫ് വാട്ടറിനെ ഇൻഫ്ലുവൻസ്, നമ്മുടെ അന്തരീക്ഷത്തിലെ എമൗണ്ട് ഓഫ് വാട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ 2 പോയിൻറ്റ്സ് എഴുതിയിരിക്കണം. എന്താണ്? ഫസ്റ്റ് പോയിൻ്റാണ് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹൈ ടെമ്പറേച്ചർ. സോ ദ വാട്ടർ കണ്ടന്റ് ഇൻ സച്ച് പ്ലേസസ് വിൽ ബി ഹൈ അല്ലേ? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ നമ്മൾ പറയുന്നത് എന്താ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ വിൽ ബി ഹൈ. ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലാകുന്ന സ്ഥലം അല്ലെങ്കിൽ ഹൈ ആകുന്ന പ്ലേസസ് എന്താണ്? ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴാണ് റേറ്റ് ഓഫ് ഒരു സ്ഥലത്ത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടുക? അവിടെ നല്ല ടെമ്പറേച്ചർ ഉണ്ടാവണം അല്ലേ? ഹയർ ടെമ്പറേച്ചർ ഉള്ള പ്ലേസസിലാണ് എന്ത് ഹയർ റേറ്റ് ഓഫ് വാപ്പറേഷന് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ദ വാട്ടർ കണ്ടന്റ് ഇൻ സച്ച് പ്ലേസസ് വിൽ ബി ഹൈ. അപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ വിൽ ബി ഹൈ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഹയർ ടെമ്പറേച്ചർ അല്ലേ? ഹയർ ടെമ്പറേച്ചർ ഉള്ള ഭാഗങ്ങളിൽ ഹയർ ആയിട്ട് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റാണ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ സർഫസ് വാട്ടർ സോഴ്സസ് സച്ച് ആസ് ഓഷ്യൻസ്, റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. അറ്റ്മോസ്ഫിയറിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവണമെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? ആ പ്ലേസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അല്ലേ വാട്ടർ സോഴ്സസ് അടുത്തുണ്ടായിരിക്കണം. അപ്പം ഉദാഹരണത്തിന് നമ്മളുടെ കേരളത്തിനെ നോക്കാം. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ കിട്ടുന്നുണ്ട് അല്ലേ? മൺസൂൺ റെയിൻ ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പല രീതിയിലും നമുക്ക് റെയിൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടൻ്റ് ആണ്. അതിന് മെയിനായിട്ടുള്ളത് എന്താണ്? നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതല്ലേ അറേബ്യൻ സീയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്നിട്ടും ഓഷ്യൻസിലും അതുപോലെ റിവേഴ്സൊക്കെ കുറേ ഉണ്ട് അല്ലേ? അതുപോലെ കായലുകളായിട്ടും റിവേഴ്സായിട്ടും ഓഷ്യൻസൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് നമുക്ക് ഹൈ ആയിട്ട് അവിടെ നമ്മളുടെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഹൈ ആയിട്ട് വാട്ടർ എമൗണ്ട് ഉള്ളത്. അപ്പം ദ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ സർഫസ് വാട്ടർ സോഴ്സ് സച്ച് ആസ് ഓഷ്യൻസ്, റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ് കേട്ടോ. ഓഷ്യൻസും റിവേഴ്സും മറ്റ് വാട്ടർ ബോഡീസൊക്കെ ഉള്ള ഏരിയാസിൽ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ 2 ഫാക്ടേഴ്സ് മനസ്സിലായിട്ടുണ്ടോ? ഫസ്റ്റത്തെ ഫാക്ടർ എന്താ പറയുന്നത്? നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ ഇവാപ്പറേഷൻ്റെ റേറ്റും കൂടും. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. രണ്ടാമത് പറയുന്നത് ഏത് പ്ലേസ് ആണോ ആ പ്ലേസിൻ്റെ ദ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ സർഫസ് അല്ലേ? നമ്മുടെ ഏത് പ്ലേസ് ആണോ അതിൻ്റെ തൊട്ടടുത്ത് എന്തെങ്കിലും വാട്ടർ സോഴ്സസ് കൂടുതലുണ്ടെങ്കിൽ, റിവറോ ഓഷ്യൻസോ അല്ലെങ്കിൽ മറ്റ് വാട്ടർ ബോഡീസ് ആയിട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തുണ്ടാവും? അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ വാട്ടറിൻ്റെ എമൗണ്ട് ഉണ്ടാവും. ഈ 2 ഫാക്ടേഴ്സ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ 3 മേജർ കോൺസ്റ്റിറ്റ്യുവൻസിലല്ലേ 2 പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? വാട്ടറിൻ്റെ അല്ലേ, മോയ്സ്ചറിനെ പറ്റിയിട്ടും പഠിച്ചു, അതുപോലെ ഗ്യാസസിനെ പറ്റിയിട്ടും പഠിച്ചു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? പൊടിപടലങ്ങൾ അല്ലേ? ഈ പൊടിപടലങ്ങൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? അതിൻ്റെ മെയിൻ സോഴ്സസ് എന്തൊക്കെയാണ്? അത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എങ്ങനെയാണ് അല്ലേ? ദ മെയിൻ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിലുള്ള മെയിൻ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഒന്ന്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്.
കാറ്റിലൂടെ അല്ലേ, ബൈ വിൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിലെത്തുന്നുണ്ട്. പിന്നെയുള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കനോസ് വഴി ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്താവുന്നുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നുണ്ട്. പിന്നെ ആഷ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് മീറ്റിയോസ്, ഉൽക്കകൾ പൊട്ടിയിട്ട് അല്ലേ, ഉൽക്കകൾ ബേൺ ചെയ്തിട്ട് ആഷ് ഫോമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവുന്നുണ്ട്, പൊടിപടലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം 3 സോഴ്സസ് നമ്മൾ പഠിച്ചു. ഒന്ന് വിൻഡ് വഴി അല്ലേ, കാറ്റ് വഴി, 2 വോൾക്കനോസ്, 3 മീറ്റിയോസ്. അപ്പം ഇത് 3 നല്ല രീതിയിൽ പഠിക്കാം. ഇനി ഈ ഭാഗത്ത് പഠിക്കാനുള്ള അല്ലെങ്കിൽ വരുന്ന ഒരു ചോദ്യമാണ് കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് പറഞ്ഞാൽ? You have learned that there is a frequent condensation concentration around the fine dust particles in the atmosphere. അല്ലേ, എന്താണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചില്ലേ ഇവാപ്പറേഷൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ വാട്ടർ വാട്ടറിൻ്റെ ആക്കി ഫോം ചെയ്യുന്നതാണ് കണ്ടൻസേഷൻ. അപ്പം ഈ കോൺസെൻട്രേഷൻ അറൗണ്ട് ദി ഫൈൻ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ള ഭാഗങ്ങളിൽ എന്തുണ്ടാവും, ഈ കണ്ടൻസേഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പം ആസ് യു ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ ക്ലൗഡ് ഫോർമേഷൻ. അപ്പം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തായിട്ട് ഫോം ചെയ്യും, ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യാൻ ഇത് അന്തരീക്ഷത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പം ആസ് എ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ. ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലി. ദേ ആർ കോൾഡ് ആസ് കണ്ടൻസേഷൻ ന്യൂക്ലി. അപ്പോൾ അത് പഠിക്കണം. എന്താണ് കണ്ടൻസേഷൻ ന്യൂക്ലി? ആസ് എ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ. ദേ ആർ കോൾഡ് ആസ് കണ്ടൻസേഷൻ ന്യൂക്ലി. അല്ലേ? ഇനി നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ സർഫസ് തൊട്ടിട്ട് 10,000 കിലോമീറ്റേഴ്സ് വരെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് ടു അബൌട്ട് 10,000 കിലോമീറ്റേഴ്സ് ഫ്രം ദി എർത്ത് സർഫസ് തൊട്ടിട്ട് 10,000 കിലോമീറ്റേഴ്സ് വരെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 97% ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് എയർ റിമെയിൻസ് വിത്ത് 29 കിലോമീറ്റേഴ്സ് ഫ്രം ദി എർത്ത് സർഫസ്. അപ്പം നമ്മുടെ ഭൂമിയുടെ പ്രതലം അല്ലേ, എർത്തിൻ്റെ സർഫസ് തൊട്ടിട്ട് ആകെ 29 കിലോമീറ്റേഴ്സ് വരെയുള്ള സ്ഥലത്താണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മൊത്തം 97% അറ്റ്മോസ്ഫിയറിക് എയർ കണ്ടെയ്ൻ ചെയ്യുന്നത് ഏത് ഭാഗത്താണ്? നമ്മുടെ 29 കിലോമീറ്റേഴ്സിലാണ്. ക്ലിയർ ആയിരിക്കുന്നോ? ആകെ ഈ 29 കിലോമീറ്റേഴ്സ് ഭാഗത്തെ എന്തുള്ളൂ, നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ 97% 97% ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഈ 29 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അതിന് മേലോട്ട് പോകും നമുക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഈ 29 കിലോമീറ്ററിൻ്റെ മേലെത്തുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറവാണ്. കൂടുതൽ 29 കിലോമീറ്ററിലേ ഉള്ളൂ. ദ ഗ്യാസസ് ഗെറ്റ് റേഡ് ഫീഡ് വിത്ത് ഇൻക്രീസ് ഓൾട്ടിറ്റ്യൂഡ്. എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഹൈറ്റിലെ ഉയരം. അപ്പോൾ ഉയരം കൂടുന്തോറും എന്തുണ്ടാവില്ല, നമുക്ക് ഗ്യാസസിൻ്റെ ലഭ്യത കുറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറുന്ന ആളുകളൊക്കെ അവർ ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കയറുക. കാരണം എന്താണ്, ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറി ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് അവിടെ എന്ത് കിട്ടില്ല അവർക്ക് കൃത്യമായിട്ട്, ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർ ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ആയിട്ട് കയറുന്നത്. അപ്പം ഇവിടെ ചോദ്യമുണ്ട്, വൈ ദ മൗണ്ടൈനേഴ്സ് ക്ലൈംബിങ് മൗണ്ട് എവറസ്റ്റ് ടേക്ക് ഓക്സിജൻ സിലിണ്ടേഴ്സ് വിത്ത് ദം. എന്തുകൊണ്ടാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് കരുതുന്നത്? കാരണം 97% ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ 29 കിലോമീറ്റേഴ്സിൽ അല്ലേ, നമ്മുടെ എർത്തിൻ്റെ സർഫസ് തൊട്ട് 29 കിലോമീറ്റേഴ്സിലേ ഉള്ളൂ. അതിനുശേഷം എന്താണ്, ഈ ഓക്സിജൻ്റെ അളവൊക്കെ ആകെ 3% ബാക്കി 10,000 കിലോമീറ്റേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പരന്ന് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഗ്യാസിൻ്റെത് ലഭ്യത കുറയുന്നത് കൊണ്ടാണ്, ഓക്സിജനും മറ്റു ഗ്യാസുകളുടെയൊക്കെ ലഭ്യത കുറയുന്നത് കൊണ്ടാണ് ഈ മൗണ്ട് എവറസ്റ്റൊക്കെ കയറുന്ന ആളുകൾ ഓക്സിജൻ സിലിണ്ടേഴ്സായിട്ട് കയറുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ അവസാനത്തെ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആസ് എ ഗ്രീൻ ഹൗസ്. ഈ ടോപ്പിക്ക് കൊണ്ട് പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ ആസ് എ ഗ്രീൻ ഹൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ ഹൗസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിനൊക്കെ പറ്റി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട്.
അപ്പം ഗ്ലാസ് പാൻ ഹാവ് ദ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ് ത്രൂ ദം ആൻഡ് ചെക്ക് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. നിങ്ങൾ ഈ തണുപ്പുള്ള നല്ല കോൾഡായിട്ടുള്ള പ്ലേസസൊക്കെ അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെയൊക്കെ കൂടുതൽ എന്തായിരിക്കും, നല്ല ഗ്ലാസ് പാൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കും കൂടുതൽ. കാരണം എന്താണ്, നല്ല ഫുള്ള് ഗ്ലാസ് കവർ ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും. അവിടെ ഒരു പിക്ചർ കണ്ടോ, ഫുൾ എന്താണ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് പാൻസ് യൂസ് ചെയ്ത് ഈ വിൻ്റർ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഗ്ലാസ് പാൻസ് യൂസ് ചെയ്തിട്ട് ബിൽഡിങ്സ് നിർമ്മിക്കുന്നത്? അതിനൊരു കാര്യമുണ്ടല്ലേ, അത് ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഗ്രീൻ ഹൗസ്. അപ്പോൾ ഗ്ലാസ് പാൻസിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്താണ്, ഗ്ലാസ് പാൻസിന് എന്ത് കപ്പാസിറ്റിയാണുള്ളത്? ദേ ഹാസ് എ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ്. എന്താ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ? സൂര്യരശ്മികൾ അല്ലേ, സൂര്യൻ്റെ എനർജി, അത് ഇൻസുലേഷന് സൂര്യരശ്മികൾ ഗ്ലാസ് പാൻസിലൂടെ പാസ് ചെയ്യാൻ കഴിയും. ഗ്ലാസ് പാൻസിന് മാത്രമല്ല സൂര്യരശ്മികളെ നേരിട്ടിട്ട് ഈ ഇതിനുള്ളിലോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഗ്ലാസ് പാൻസ് ഹാവ് ദ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ് ത്രൂ ദം ആൻഡ് ചെക്ക് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്നിട്ട് ഈ ഇൻസുലേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബിൽഡിങ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആ സൂര്യൻ്റെ രശ്മികൾ, ആ ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ അവിടെ നിലനിർത്താൻ ആർക്ക് സാധിക്കും? നമ്മുടെ ഈ ഗ്ലാസ് പാൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് ഗ്ലാസ് പാൻസിന് ഇല്ലെങ്കിൽ ഈ കോൾഡ് റീജിയൻസിൽ അല്ലെങ്കിൽ കോൾഡ് കൺട്രീസിലൊക്കെ ഈ ഗ്ലാസ് പാൻസ് യൂസ് ചെയ്തിട്ട് ബിൽഡിങ് നിർമ്മിക്കുന്നത്. അങ്ങനത്തെ ചോദ്യം പഠിച്ചിട്ട് തന്നെ പോകണം, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, വൈ ഗ്ലാസ് ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ഇൻ കോൾഡ് കൺട്രീസ്? എന്തുകൊണ്ടാണ്? ഗ്ലാസ് പാൻസ് ഹാവ് ദ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്താ മനസ്സിലായില്ലേ? ഇൻസുലേഷൻ സൂര്യൻ്റെ രശ്മികൾ ഗ്ലാസ് പാൻസിലൂടെ ഉള്ളോട്ട് കടത്താൻ കഴിയും. അതുപോലെ എന്താക്കും അവർ? ഭൗമവികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൗമവികിരണമാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിലനിർത്താൻ ഈ ഗ്ലാസ് പാൻസിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ കോൾഡ് കൺട്രീസിലൊക്കെ ഈ ഗ്ലാസ് പാൻസ് യൂസ് ചെയ്തിട്ട് ബിൽഡിങ്സ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രം എക്സലൻറ്റ് യു.